50,000 വോട്ട് UDFന്, 30,000 വോട്ട് LDFന്, പിന്നെയും 55,000 വോട്ടുണ്ട് അത് തനിക്കാണെന്ന് അഖിൽ മാരാരുടെ കണക്ക്. തൃക്കാക്കരയിൽ ഇക്കുറി എന്തുകൊണ്ട് താൻ ജയിക്കുമെന്ന ചോദ്യത്തിന് കണക്കുകൾ പറഞ്ഞുകൊണ്ടുള്ള ഉത്തരവുമായി NDA സ്ഥാനാർത്ഥി അഖിൽ മാരാർ തൃക്കാക്കര മാറാൻ തീരുമാനിച്ചെങ്കിൽ അതിനുള്ള യോഗം പ്രകൃതി തനിക്കായി ഒരുക്കിയെങ്കിൽ അത് സംഭവിച്ചേ തീരുമെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ചക്ക വീണ മുയൽ ചാവുന്ന സർവേകളല്ല താൻ പറയുന്നത്. ജനങ്ങളുടെ മനസ്സിൽ ഉടലെടുത്ത ചിന്തകൾ മനസ്സിലാക്കി അവർക്കൊപ്പം ചേർന്ന യാഥാർത്ഥ്യങ്ങൾ വിലയിരുത്തി ഒരേ സമയം ഗ്രൗണ്ടിലും അതേസമയം സാമൂഹിക മാധ്യമങ്ങൾ വഴിയും തൃക്കാക്കരയിലെ ജനത്തോട് സത്യം സംസാരിച്ച ഒരുവന്റെ ആത്മവിശ്വാസമാണിത്. സർവേ ഫലങ്ങൾ പ്രകാരം തൃക്കാക്കരയിൽ NDAക്ക് 10 മുതൽ 13% വരെയാണ് വോട്ട് ലഭിക്കാൻ സാധ്യത. അതായത് ഒരു 20,000 വോട്ടുകൾ. ഇനി കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. 1.5 ലക്ഷത്തോളം വോട്ടുകളാണ് ആകെ മണ്ഡലത്തിൽ പോൾ ചെയ്തത്. തന്റെ 20,000 വോട്ടുകൾ കഴിഞ്ഞാൽ ബാക്കി 1.25 ലക്ഷത്തോളം വോട്ടുകൾ. നിലവിൽ തൃക്കാക്കരയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് പോലും പരിചിതമല്ലാത്ത മണ്ഡലത്തിന് പുറത്തുള്ള ഒരാളാണ്. നാളിതുവരെ ഇടതുപക്ഷം അവിടെ സ്വതന്ത്ര ചിഹ്നത്തിൽ ആണ് മത്സരിച്ചത്. പൊതു സ്വീകാര്യരും ക്രൈസ്തവ വിഭാഗത്തിലുള്ളവരുമായ സെബാസ്റ്റ്യൻ പോൾ, ഡോക്ടർ ജോർജ് ജോസഫ് എന്നിവർ മത്സരിച്ചപ്പോൾ കിട്ടിയത് ആവറേജ് 45,000 വോട്ടുകൾ. ഇത്തവണ സ്ഥാനാർത്ഥിയാവാൻ സാധ്യത ഉണ്ടായിരുന്ന, അർഹത ഉണ്ടായിരുന്ന അരുൺകുമാർ, ഉദയകുമാർ എന്നിവരെ വെട്ടി P. രാജീവ് കളിച്ച കളിയാണ് പുഷ്പദാസ് എന്ന സ്ഥാനാർത്ഥി. അതുമാത്രമല്ല, ഇത്തവണ ചിഹ്നത്തിലാണ് മത്സരം. യാതൊരു വിധത്തിലുള്ള പ്രചാരണമോ സോഷ്യൽ മീഡിയയോ ക്യാമ്പയിനോ ഇല്ലാതെ ഒരു സിറ്റിയിൽ ഇടതുപക്ഷത്തിന്റെ ചിഹ്നത്തിന് 30,000 വോട്ടുകൾ പോലും ലഭിക്കാൻ സാധ്യതയില്ല. മണ്ഡലത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തൊട്ടടുത്ത മണ്ഡലമായ കളമശ്ശേരിയിൽ P. രാജീവിന് വേണ്ടി പ്രവർത്തിക്കാൻ പോയി. ലോക്സഭയിൽ തൃക്കാക്കരയിൽ കമ്മ്യൂണിസ്റ്റ് ചിഹ്നത്തിന് കിട്ടിയ 27,000 മാത്രമാണ് വോട്ട്. അന്ന് കിട്ടിയ വോട്ടിനേക്കാൾ 3,000 വോട്ടുകൾ കൂടുതൽ നൽകുന്നു. അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 30,000 വോട്ടുകൾ കിട്ടിയാൽ ബാക്കിയുള്ള വോട്ടുകൾ 90,000. ഈ വോട്ടുകൾ ഉമാ തോമസിന് കിട്ടിയാൽ അവർ 60,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. അത്തരം ഒരു അത്ഭുതം ഒരു കോൺഗ്രസ്സുകാരനും സ്വപ്നം പോലും കാണില്ല. ലോക്സഭയിൽ പോലും ഹൈബിക്ക് ലഭിച്ചത് 77,000 വോട്ടുകളാണ്. എന്നാൽ മണ്ഡലത്തിൽ തീരെ സജീവമല്ലാത്ത, അതിലുപരി പ്രതിപക്ഷ നേതാവിനെതിരെ ഗ്രൂപ്പ് യോഗം ചേർന്ന ഉമാ തോമസിന് സീറ്റ് നൽകുന്നത് പോലും വലിയ എതിർപ്പുണ്ടാക്കിയതാണ്. ദീപ്തി മേരി വർഗീസിന്റെ കണ്ണീർ വീണ മണ്ഡലമാണിത്. മുഹമ്മദ് ഷിയാസ് സ്വപ്നം കണ്ട മണ്ഡലം. ഈ മണ്ഡലത്തിൽ ഉമാ തോമസിന് വേണ്ടി ഒരു തവണ പോലും പ്രചാരണത്തിനെത്താൻ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചില്ല. പറയത്ത കാര്യം വന്നിട്ടുമില്ല. തൃക്കാക്കര മുനിസിപ്പൽ ചെയർമാൻ വർക്ക് ചെയ്തത് മുഹമ്മദ് ഷിയാസിന് വേണ്ടിയായിരുന്നു. രാഹുൽ മങ്കൂട്ടത്തിനെ പുറത്താക്കാൻ ശക്തമായി ഇടപെട്ട ഉമാ തോമസിനോട് രാഹുൽ ആരാധകർക്കും ദേഷ്യമുണ്ട്. പല വിഷയങ്ങളിൽ അവതരിപ്പിച്ചിട്ടും ഇടപെടാത്ത MLAയോട് പല ഫ്ലാറ്റ് അസോസിയേഷനുകൾക്കും എതിർപ്പുണ്ട്. അതിനേക്കാളുപരി P.T. തോമസ് 2 തവണ ജയിച്ചതും ആവറേജ് 60,000 വോട്ടുകൾ നേടിയാണ്. അന്ന് കോൺഗ്രസ് വോട്ടുകൾ കൂടാതെ നിഷ്പക്ഷ വോട്ടുകൾ പ്ലസ് P.T. തോമസിന്റെ വ്യക്തിപ്രഭാവം പ്ലസ് പിണറായി വിരുദ്ധത ഇവയൊക്കെ ചേർന്നാണ് ഈ 60,000. ഉമാ തോമസ് സഹതാപത്തിൽ ജയിച്ച സമയം ഉമ്മൻചാണ്ടി ഉൾപ്പെടെ കോൺഗ്രസിലെ സകല നേതാക്കൾ നടത്തിയ പ്രചാരണവും 2020 സ്ഥാനാർത്ഥി നിർത്താതെ മാറിയതും BJP പ്രചാരണം ദുർബലമായതും ഗുണം ചെയ്തു. അതുകൊണ്ട് തന്നെ P.T. തോമസ് നേടിയ 60,000 വോട്ട് പോലും ഉമാ തോമസ് എന്ന സിറ്റിംഗ് MLAക്ക് ലഭിക്കില്ല. അത് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി തന്നെ പറയുന്നുണ്ട് അഖിൽ മാരാർ കുറച്ച് വോട്ട് കോൺഗ്രസിന്റെ പിടിക്കുമെന്ന്. വ്യക്തിപരമായി തനിക്കും അറിയാം ഇന്നലകളിൽ ഉമാ തോമസിന് പോയ വോട്ടുകൾ തന്നിലേക്ക് വരുന്നതും. അതുകൊണ്ട് തന്നെ 50,000 വോട്ടുകൾ ഉറച്ച കൈപ്പത്തി വോട്ടുകൾ എന്ന് കരുതിയാൽ അത് മാത്രമേ അവർക്ക് ലഭിക്കൂ. അതായത് നിലവിലെ പ്രവർത്തനവും പ്രചാരണത്തിലെ പാളിച്ചയും സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഒരു 30,000 വോട്ടിനും 35,000 വോട്ടിനും ഇടയിൽ നിർത്തും. MLAയുടെ പരാജയവും പ്രചാരണത്തിലെ പിന്നോട്ട് പോക്കും ഉമാ തോമസിന്റെ വോട്ടുകൾ 50,000-നും 55,000-നും ഇടയിൽ നിർത്തും. ഈ രണ്ടുപേരുടെ വോട്ടുകൾ കഴിഞ്ഞാൽ പിന്നെയും ഒരു 85,000 വോട്ടുകൾ മണ്ഡലത്തിലുണ്ടെന്ന് സർവേ എടുത്ത വിഡ്ഢികൾക്ക് അറിയാൻ കഴിയില്ല. 10% വോട്ട് ഈ മണ്ഡലത്തിൽ കൂടിയത് ഉമാ തോമസിന് വേണ്ടിയല്ല എന്ന് രാഷ്ട്രീയം അറിയുന്നവർക്ക് അറിയാൻ കഴിയും. മണ്ഡലത്തിൽ തനിക്കൊപ്പം വർക്ക് ചെയ്യാൻ വന്നവർക്ക് മാത്രം കാണാൻ കഴിയുന്ന സത്യം മെയ് 4-ന് കേരളത്തിൽ ബോധ്യപ്പെടും. ഇനി മറിച്ച് അത്ഭുതം നടന്നാൽ രാഷ്ട്രീയമല്ല മതങ്ങൾ വിജയിച്ചു എന്ന് കരുതാം. അവിടെയും തലയുയർത്തി അഭിമാനത്തോടെ നിൽക്കാവുന്ന വോട്ടുകൾ NDAയുടെ പേരിൽ കാണുമെന്നും അഖിൽ മാരാർ വിശദീകരിക്കുന്നു.